സമസ്തന്റെ ഹിദ്മത്ത് എന്ന് പറഞ്ഞത് ഒന്നും കിട്ടാനല്ല, ആക്ബത്ത് നേരാവാനാ. നമ്മളത് മാത്രമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ആ നീയത്തോടുകൂടി നമ്മളെല്ലാവരും സമസ്ത ഹിദ്മത്ത് എടുക്കുക. വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോ ചോദിച്ചു മോനോട്, എന്തേന്ന് വാപ്പാർക്ക് അസുഖം? അതിൽ പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്ക് ഒരു യാസീൻ ഓതി ദ്വാരക്കൽ പതിവുണ്ട്. ഈ വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബിന്റെ ശേഷം മരിച്ചവർക്ക് യാസീൻ ഓതി ദ്വാരുന്ന ഒരു ഹദീസ് മങ്കൂസ് മൗലൂദ് ഓതി ഇശ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോടത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് കട്ടിലുമൊക്കെ എടുത്തിർത്തിയപ്പോ സംസം വെള്ളം വേണമെന്ന് പറഞ്ഞു. 3 ഇറക്ക് സംസം വെള്ളം കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാപ്പ ഉറക്ക 3 വട്ടം പറഞ്ഞ് പിന്നൊരു വലിച്ച് പിന്നെ വാപ്പ മുണ്ടിയിലാന്ന് പറയുമ്പോ പറയണത് മരിച്ചു എന്നാണെങ്കിലും പറയാനും കേൾക്കാനും ഒരു ചൊറുക്കുണ്ട്. അതിന്റെ പേരാണ് ഹുസ്നുൽ ഖാത്തിമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയിട്ട് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും വഫാത്തിന്റെ താരീഖ് എടുത്ത് പരിശോധിച്ചാൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയും. അതന്നെയാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. സമസ്തക്ക് ഹിദ്മത്തെടുത്താൽ എന്താണ് നേട്ടം എന്നതിന്റെ ഉത്തരം നല്ല മരണം, ആഖിബത്ത് നന്നാവുക എന്നതാണ്. കാരണം ആഖിബത്ത് നന്നായവരാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്.